വെളിപാട് പുസ്തകം വായിക്കുമ്പോഴുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. ഈ ഒരു ഭാഗം യേശു കർത്താവ് ഓരോ ദൈവ മക്കൾക്കുമായിട്ടുള്ള മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കൊള്ളണമേ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, ഇത് യേശു കർത്താവ് ഡയറക്റ്റായിട്ട് ദൈവമക്കളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ ദൈവം അവന് വരുത്തും. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ വചനങ്ങളോടൊപ്പം എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഓഡിയൻസിൻ്റെ കയ്യടി കിട്ടാനും വേണ്ടി എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേ? ദൈവം അവന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ വരുത്തും. അപ്പോൾ വേദപുസ്തകം എന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹത്തിൻ്റെ പുസ്തകം മാത്രമല്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളും അതുപോലെ ശാപങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം. ആരെങ്കിലും ഈ വചനത്തോടെ എന്തെങ്കിലും കൂട്ടിയാൽ ദൈവം അവന് ബാധകളാണ് അയക്കുവാനായിട്ട് പോകുന്നത്. തൊട്ടടുത്ത വാക്യം, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ചില ഭാഗങ്ങൾക്ക് ചിലരൊക്കെ വിഴുങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറയേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും മുൻപിലിരിക്കുന്ന വ്യക്തികൾ, ആ സഭയിൽ ഏറ്റവും കൂടുതൽ പണമുള്ള വ്യക്തികൾ പാപം ചെയ്തിട്ട് വന്നിരിക്കുമ്പോൾ അതിനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത അനേകം ദൈവദാസന്മാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ, പറയാതെ എന്തെങ്കിലും അതിനെ മാറ്റിക്കളഞ്ഞാൽ അവന് സംഭവിക്കുന്ന എന്തായിരിക്കും? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതുകൊണ്ട് വചനം നീക്കിയാൽ ആ മനുഷ്യനെ സ്വർഗരാജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവകാശങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും ദൈവം മാറ്റിക്കളയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നവരാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവരാണെങ്കിൽ, ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വചനത്തിനോട് അല്പം പോലും കൂട്ടുകയോ അല്പം പോലും കുറയ്ക്കുകയോ ചെയ്യാതെ എന്താണോ ദൈവം പറയുന്നത് അത് നമുക്ക് പറയുവാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ പറയുമ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിനക്ക് തന്ന കാര്യങ്ങളെ നീ നന്നായിട്ട് ചെയ്തു, നീ അതിനെ വ്യാപാരം ചെയ്തു, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നൊരു വിളി നമുക്ക് കിട്ടട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുമോ അതിനപ്പുറമോ ഇപ്പുറമോ ഇല്ല, അത് അതുപോലെ തന്നെ പറയുവാനും അതുപോലെ തന്നെ പ്രസംഗിക്കുവാനും അതുപോലെ തന്നെ പഠിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാനും ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു.